ഒടുവിൽ ഇടതുപക്ഷം പറയേണ്ടത് പറഞ്ഞു. അവർ എല്ലാ കാലത്തും ഇങ്ങനെ തന്നെയാണ്. പറയാതെ പലതും പറഞ്ഞ് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിച്ച് മൂടിവെച്ച് തകിടം മറിഞ്ഞ് അങ്ങനെ നാട്ടിലുള്ള സകല അഭ്യാസങ്ങളും കളിച്ച ശേഷമാണ് ഒടുവിൽ അവരത് പറഞ്ഞത്. അതായത് മറ്റൊന്നുമല്ല, ശബരിമലയിലെ പെരുങ്കൊള്ളയെ കുറിച്ചാണ്. അങ്ങനെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാറിന്റെ അറസ്റ്റ് കൃത്യമായ തെളിവുകളോടെ രേഖപ്പെടുത്തി കഴിഞ്ഞു. ഇനി ചെസ് നമ്പർ 7 ആരാകുമെന്ന് കണ്ടറിയാം. കടകംപള്ളി സുരേന്ദ്രനിലേക്കും ഓട്ടപ്രതീക്ഷണം തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും നേതാക്കളൊന്ന് പേടിച്ചു തുടങ്ങി. പത്മകുമാറിന് കുരുക്കായത് സ്വന്തം കൈപ്പടിയിൽ എഴുതിയ രേഖകൾ തന്നെയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറാനുള്ള നിർദ്ദേശം ദേവസ്വം ബോർഡിൽ ആദ്യം അവതരിപ്പിച്ചത് പത്മകുമാർ എന്നാണ് SIT കണ്ടെത്തൽ. ഇക്കാര്യം പച്ചമഷിയിൽ അദ്ദേഹം തന്നെ എഴുതിയിരുന്നു. ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന പത്മകുമാർ മുൻ MLA-യും CPM-ന്റെ സെക്രട്ടേറിയറ്റ് അംഗവുമായിരുന്നു. അയ്യപ്പനുമായി അടുപ്പമുള്ള കുടുംബത്തിൽപ്പെട്ടയാളാണെന്നും ഹരിവരാസനം എഴുതിയവരുടെ കുടുംബത്തിൽപ്പെട്ട ആളാണെന്നും ഒക്കെയാണ് പത്മകുമാർ തന്നെ കുറിച്ച് പറയുന്നത്. അയ്യപ്പനെ ഇത്രയും പ്രിയപ്പെട്ടതായി കാണുന്ന ഒരാൾ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കുമോ? വിശ്വാസമുള്ള ആരും ഈ പ്രവൃത്തി ചെയ്യില്ല. യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് ഭക്തർക്ക് മുഴുവൻ അറിയാം. ലോകത്തെ സകല മനുഷ്യർക്കും അറിയാം. ദേവസ്വം ബോർഡിന്റെ 76 വർഷത്തെ ചരിത്രത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഒന്നല്ല 2 ദേവസ്വം പ്രസിഡന്റുമാർ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാവുന്നത്. അപേക്ഷ താഴെത്തട്ടിൽ നിന്നും വരട്ടെ എന്ന് ബോർഡ് നിർദ്ദേശിച്ചതോടെ മുരാരിയിൽ നിന്നും കത്തിടപാട് തുടങ്ങി. പോറ്റിക്ക് അനുകൂലമായ നിർദ്ദേശങ്ങൾ പത്മകുമാർ നൽകിയെന്നാണ് ഉദ്യോഗസ്ഥ മൊഴി. ബോർഡ് മിനിസ്റ്റിൽ മറ്റംഗങ്ങൾ അറിയാതെ തിരുത്തൽ വരുത്തിയെന്നും SIT കണ്ടെത്തിയിട്ടുണ്ട്. അംഗങ്ങൾ അറിയാതെ പത്മകുമാർ ബോർഡ് മിനിസ്റ്റിൽ തിരുത്തൽ വരുത്തി. പച്ചമഷി കൊണ്ടാണ് തിരുത്തൽ വരുത്തിയത്. ഇത് നിർണായക തെളിവായി. ചിരിച്ചുകൊണ്ടാണ് പത്മകുമാർ അന്വേഷണ സംഘത്തോട് സംസാരിച്ചത്. നിങ്ങൾ തേടി വരുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു എന്നാണ് SIT-യോട് പറഞ്ഞത്. പത്മകുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രനെയും ചോദ്യം ചെയ്യും. കട്ടിളപ്പാളി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് നൽകിയത് അന്നത്തെ ദേവസ്വം മന്ത്രിയായിരുന്ന കടകംപള്ളി സുരേന്ദ്രന്റെ അറിവോടെയെന്നാണ് പത്മകുമാർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി. ദൈവതുല്യരായി കാണുന്നവരാണ് കൊള്ളയ്ക്ക് പിന്നിലെന്ന് പറഞ്ഞ അതേ പത്മകുമാർ തന്നെയാണ് സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായത് എന്നോർക്കണം. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൈമാറാൻ ദേവസ്വം ബോർഡിൽ ആദ്യം നിർദ്ദേശം വെച്ചത് പത്മകുമാർ എന്നാണ് SIT-യുടെ കണ്ടെത്തൽ. പോറ്റിക്ക് അനുകൂലമായ നിർദ്ദേശങ്ങൾ പത്മകുമാർ നൽകിയെന്ന് ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർ മൊഴി നൽകിയിട്ടുണ്ട്. നേരത്തെ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിനെയും മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ D സുധീഷ് കുമാറിനെയും ചോദ്യം ചെയ്തപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കാൻ പത്മകുമാർ നിർദ്ദേശം നൽകിയതായി മൊഴിയുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി എങ്ങനെ പങ്കുചേർന്നു എന്നത് സംബന്ധിച്ച് ഇന്നലെ നടന്ന ചോദ്യം ചെയ്യലിൽ പത്മകുമാർ മറുപടി നൽകിയില്ല. കേസിൽ അറസ്റ്റിലാവുന്ന 6ാമനും 2ാമത്തെ ബോർഡ് പ്രസിഡന്റുമാണ് പത്മകുമാർ. മുൻ പ്രസിഡന്റ് N വാസു റിമാൻഡിലാണ്. കേസിൽ 8ാം പ്രതിയായി പത്മകുമാർ അധ്യക്ഷനായ ബോർഡിനെയാണ് ചേർത്തിരിക്കുന്നത്. ബോർഡ് അംഗങ്ങളായ KP ശങ്കരദാസ്, വിജയകുമാർ എന്നിവരെയും അറസ്റ്റ് ചെയ്തേക്കും. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ നിർണായക വഴിത്തിരിവുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അറസ്റ്റിലായ പത്മകുമാറിനെതിരെ നിർണായക കണ്ടെത്തലുകളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. സ്വർണ്ണക്കൊള്ളയുടെ ബുദ്ധി കേന്ദ്രം പത്മകുമാറാണെന്ന വിധത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. തട്ടിപ്പിന്റെ തുടക്കം പത്മകുമാറിൽ നിന്നെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. കട്ടിളപ്പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൊടുത്തുവിടാൻ നേരത്തെ തന്നെ പത്മകുമാർ ഇടപെടൽ നടത്തിയെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. 2019 ഫെബ്രുവരി ബോർഡിന് മുന്നിൽ പത്മകുമാർ വിഷയം അവതരിപ്പിച്ചു. അന്ന് ബോർഡ് അംഗങ്ങൾ ഇതിനെ എതിർത്തു. ഉദ്യോഗസ്ഥ തലത്തിൽ നടപടി തുടങ്ങിയതിനു ശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പാളികൾ കൊടുത്തുവിടാൻ നടപടി സ്വീകരിക്കണമെന്ന് പത്മകുമാർ നിർദ്ദേശം നൽകിയതായി മുരാരി ബാബുവും സുധീഷും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. നടപടിക്രമം മറികടന്ന് പത്മകുമാർ പോറ്റിയെ സഹായിച്ചെന്നും സ്വർണ്ണപ്പാളികൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഗൂഢാലോചന നടത്തിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പത്മകുമാർ സ്വന്തം കൈപ്പിടിയിൽ ചെമ്പുപാളികൾ എന്ന് എഴുതിയെന്നും റിപ്പോർട്ടിലുണ്ട്. ദേവസ്വം മുൻ കമ്മീഷണറും ബോർഡ് പ്രസിഡന്റുമായിരുന്ന N വാസുവിന്റെ മൊഴിയും പത്മകുമാറിന് കുരുക്കായി. പത്മകുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ അടുത്ത ബന്ധമെന്നും പോറ്റിയുടെ അപേക്ഷയിൽ പത്മകുമാർ അമിത താല്പര്യമെടുത്തെന്നും N വാസു മൊഴി നൽകിയിട്ടുണ്ട്. നടപടി വേഗത്തിലാക്കാൻ പത്മകുമാർ നിർദ്ദേശം നൽകിയെന്നും വാസുവിന്റെ മൊഴിയിലുണ്ട്. പത്മകുമാറിനെ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ വാങ്ങും. അടുത്ത ദിവസം റിപ്പോർട്ട് നൽകും.
റിമാൻഡ് റിപ്പോർട്ടിലും പത്മകുമാറിന്റെ ഇടപെടൽ പ്രത്യേക അന്വേഷണ സംഘം വ്യക്തമാക്കിയിട്ടുണ്ട്. നിർണായക തെളിവുകൾ നിരത്തിയുള്ള ചോദ്യം ചെയ്യലിനൊടുവിൽ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3:30 അറസ്റ്റ് രേഖപ്പെടുത്തിയത്. രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന നടപടിയായതിനാൽ പ്രത്യേക സംഘവും കരുതലോടെയാണ് അറസ്റ്റിന് മുമ്പ് കരുക്കൾ നീക്കിയത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റി സർക്കാരിന് നൽകിയ അപേക്ഷയിലാണോ കട്ടിളപ്പാളികൾ കൊണ്ടുപോകാനുള്ള തീരുമാനത്തിലേക്ക് കടന്നത് എന്നാണ് പരിശോധിക്കുന്നത്. താൻ ദൈവതുല്യം കാണുന്നവർ സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലുണ്ടെങ്കിൽ എന്ത് ചെയ്യാനാകുമെന്ന് നേരത്തെ പത്മകുമാർ പ്രതികരിച്ചിരുന്നു. ആ ദൈവതുല്യൻ ആര് എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാന ചോദ്യമായി ഉയരുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ പത്മകുമാറിന്റെ അറസ്റ്റ് CPM-നുള്ളിലെ പ്രതിരോധം സൃഷ്ടിച്ചിരിക്കുകയാണ്. പത്മകുമാറിന്റെ അറസ്റ്റിനെ തുടർന്ന് സർക്കാരിനും പാർട്ടിക്കുമുണ്ടായ പ്രതിസന്ധി യോഗം വിലയിരുത്തും. പത്മകുമാറിന്റെ അറസ്റ്റ് തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുമെന്നാണ് ആശങ്ക. പ്രതിസന്ധി മറികടക്കാനുള്ള വഴികൾ CPM ചർച്ച ചെയ്യും. തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ പുരോഗതിയും യോഗം ചർച്ച ചെയ്യും. അതേസമയം പത്മകുമാറിന്റെ വീടിന് പോലീസ് കാവൽ തുടരുകയാണ്. വീട്ടിലേക്ക് പ്രതിഷേധ സാധ്യത കണക്കിലെടുത്താണ് പോലീസിന്റെ ഈ സുരക്ഷ. രാഷ്ട്രീയ സംഘടനകൾ വീട്ടിലേക്ക് ഇതുവരെ പ്രതിഷേധ മാർച്ചുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. തിരഞ്ഞെടുപ്പ് പെരുമാറ്റം നിലനിൽക്കുന്നതാണ് രാഷ്ട്രീയ പാർട്ടികളെ പരസ്യ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ട് തിരിക്കുന്നത്. മാനദണ്ഡങ്ങൾ ബാധകമല്ലാത്ത ഹൈന്ദവ സംഘടകർ ഉൾപ്പെടെ വീട്ടിലേക്ക് പ്രതിഷേധം നടത്താനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല. ഇനി പത്മകുമാറിന് മുന്നേ സ്വർണ്ണക്കൊള്ളയുമായി അറസ്റ്റിലായവർ ആരൊക്കെയെന്ന് നോക്കാം. 1. ഉണ്ണികൃഷ്ണൻ പോറ്റി. ദേവസ്വം ബോർഡുമായി ബന്ധമില്ല. എന്നാൽ എല്ലാ ദേവസ്വം ബോർഡുമായിട്ടും നല്ല ബന്ധം സൂക്ഷിച്ചിരിക്കുന്നതായി നാട്ടുകാരെ ധരിപ്പിക്കുകയും അവിടെ പൂജ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്ത ആളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി. 2 കേസിലും കട്ടിളപ്പാളി കേസിലും ദ്വാരകപ്പാല കേസിലും മുഖ്യപ്രതിയാണ്. ഒന്നാമത്തെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് 2025 ഒക്ടോബർ 16 രണ്ടാമത്തെ അറസ്റ്റ് നവംബർ 3 അത് കട്ടിളപ്പാളിയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയത്തിലായിരുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട പ്രമുഖൻ ഇതിൽ കുടുങ്ങിയത് മുരാരി ബാബു ആയിരുന്നു. മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. 2ാം പ്രതിയായിരുന്ന ദ്വാരപാലക ശില്പപ്പാളി കേസ് 2025 ഒക്ടോബർ 25 സ്വർണം പതിച്ച പാളിയിൽ ചെമ്പാണെന്ന് തെറ്റായി രേഖപ്പെടുത്തിയതായിരുന്നു മുരാരി ബാബുവിന്റെ മേലുള്ള കുറ്റം. പിന്നീട് അറസ്റ്റിലായ മറ്റൊരു പ്രമുഖൻ സുധീഷ് കുമാർ ആയിരുന്നു. ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ പങ്കാളിയായിരുന്നു എന്നാണ് കണ്ടെത്തൽ. അടുത്തത് KS ബൈജു ആണ്. ചുമതലയിലിരിക്കെ ഗുരുതര കൃത്യവിലോപം നടത്തി. വാസു പോറ്റിയുടെ കൈവശം പാളി കൊടുത്ത് വിടാൻ ഇടപെടൽ നടത്തി. 3ാം പ്രതിയായിരുന്നു. എന്തായാലും ശബരിമല കൊള്ളയിൽ ഒരു പരമ്പര പോലെ അറസ്റ്റുകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇനി കടകംപള്ളിയാണോ, വാസവനാണോ, പിണറായി വിജയനാണോ, പ്രശാന്താണോ, ആരാവുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യൂ. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്തും വരെ നമസ്കാരം.